അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ കാഴ്ചയിൽ ഒരു ഓർമ്മ കാഴ്ചയാണ്. 2026 ജനുവരി 24 ശനിയാഴ്ച ഇന്ന് വൈകിട്ട് സാധാരണ ഖത്തറിലെ ബിർക്കത്തൽ അവാമീറിൽ സാധാരണ ചായ കുടിക്കാറുള്ള കഫ്റ്റീരിയയുടെ പുറത്തിങ്ങനെ ഇരുന്നപ്പോൾ ഫേസ്ബുക്ക് ഒരു നോട്ടിഫിക്കേഷനിലൂടെ പഴയ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. വേറൊന്നുമല്ല, നാട്ടിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയായ ആദമുക്കിലൂടെ ആഴ്ചയിലുണ്ടായിരുന്ന ഒരു ന്യൂസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ചില സംഗതികൾ ഫേസ്ബുക്ക് ഓർമ്മപ്പെടുത്തിയപ്പോൾ സത്യത്തിൽ ആ സമയത്തേക്ക് മനസ്സ് മൊത്തത്തിൽ പോയി എന്നുള്ളതാണ്. ഒരുപാട് ഓർമ്മകൾ. കബീർ ക, മായൻ ക, ഇസ്ഹാഖ, ആമിന, ഹയ, യാസിർ, റിയാസ്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ റിയാസ് ക, ആരിഫ് ക, ബദറുക്ക, അജീഷ്, അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ള ഒരു ന്യൂസിൻ്റെ ആ സംഗതിയിലേക്ക് പോയി. ഒരു എന്താ പറയുക, വാട്സപ്പിലൂടെ ആയിരുന്നെങ്കിലും അതിൻ്റെ സാങ്കേതിക മികവും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. ചില ഭാഗങ്ങൾ നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടു. നമസ്കാരം, ആദമുക്ക് വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഓഡിയോയിലായിരുന്നു തുടങ്ങിയത്, പിന്നീട് അത് അത്തോളി പോലീസ് സ്റ്റേഷൻ ചുമതല ഇനി മുതൽ ഇൻസ്പെക്ടർക്ക്. ഇതുവരെ സബ് ഇൻസ്പെക്ടർമാരായിരുന്നു സ്റ്റേഷൻ. ജീവിതത്തിന്റെ അനിശ്ചിതയാത്രയിൽ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച വീക്കെൻഡ് ന്യൂസിന് തുടക്കത്തിൽ തന്നെ വൻ സ്വീകാര്യത. ഒരു റിപ്പോർട്ടിലേക്ക്. ആദമുക്കിന്റെ വീക്കെൻഡ് ന്യൂസിന് പ്രവാസ ലോകത്തും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് ന്യൂസിന് വേണ്ടി ദുബായിൽ നിന്നും വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇസാഖ് അത്തോളിയൻ. പ്രാദേശിക വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. അത്തോളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ആദമുക്ക് വീക്കെൻഡ് ന്യൂസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക്. ആദമുക്ക് വീക്കെൻഡ് ന്യൂസ് എക്സ്ക്ലൂസീവ്. അധികാരികളും അഭ്യുദയകാംക്ഷികളും അവഗണിച്ച അത്തോളിയിലെ ട്രാഫിക് പ്രതിസന്ധിയെക്കുറിച്ച് ആദമുക്ക് വീക്കെൻഡ് ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടി സംസ്ഥാന പാത കടന്നുപോകുന്ന അത്തോളി ടൗൺ റോഡ് വികസനം നടപ്പാക്കാത്തതിലും ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ള കാലങ്ങളായുള്ള ആവശ്യം പരിഗണിക്കാത്തതിലും നാട്ടുകാരിൽ പ്രതിഷേധമുയരുന്നു. നമസ്കാരം, ആദമുക്ക് വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കബീർ അത്തോളി. നമസ്കാരം, വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഇസ്ഹാഖ് അത്തോളിയൻ. വീക്കെൻഡ് ന്യൂസ് സ്പെഷ്യൽ. വേറിട്ട അനുഭവമായി എല്ലാ കാര്യങ്ങളും സാങ്കേതിക മികവും അതേപോലെ തന്നെ എഡിറ്റിംഗും ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടന്നു വരാൻ വേദി ഒരുക്കിയ ആദമുക്ക് വീക്കെൻഡ് ന്യൂസിന്റെ സിറ്റിസൺ ജേർണലിസം ശില്പശാല വേറിട്ട ഒരു അനുഭവമായി. അത്തോളി പ്രോമിസ് സ്കൂളിൽ നടന്ന ശില്പശാല കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ആദമുക്ക് വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മാഹിൻ അത്തോളി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തവരിൽ അത്തോളി കൊളക്കാട് സ്വദേശി. കട്ടിയുള്ള ശബ്ദം. നമസ്കാരം, ആദമുക്ക് വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആമിന ഹയ. വീക്കെൻഡ് ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. അത്തോളിയിലും പരിസര പ്രദേശങ്ങളിലും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ചന്ദന മാഫിയ വിളയാട്ടം. ആദമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ചന്ദന മാഫിയകളുടെ കഴുകൻ കണ്ണുകൾ അത്തോളിയെയും വട്ടമിടുന്നു. അത്തോളിയിലെ മലയോര പ്രദേശങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് വളരുന്ന ഒറ്റപ്പെട്ട ചന്ദന മരങ്ങളെ ലക്ഷ്യമിട്ടാണ് മലപ്പുറം, പാലക്കാട്, അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ റിയാസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്നും എന്താ പറയാ സജീവമായിട്ട് മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നും നമ്മുടെയൊക്കെ ഒരു ഓർമ്മകളിലെ ദുഃഖമായിരുന്നു റിയാസ് ഖാൻ. ഓർമ്മകളിലെ എന്നേക്കുമായിട്ടുള്ള ഒരു ദുഃഖമായിരുന്നു റിയാസ് ഖാന്റെ പെട്ടെന്നുള്ള മരണം. ചില സുഹൃത്തുക്കളെങ്കിലും പിന്നീട് ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് ആ ന്യൂസ്, നാട്ടിലെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റിയായിരുന്നല്ലോ, എന്താണ് നിന്നുപോയതെന്ന്. സത്യത്തിൽ ഒരുപാട് എഫേർട്ട്, ചെറിയ ഒരു 10 മിനിറ്റ് ആണെങ്കിലും അതിന് നല്ലൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ, നേരത്തെ ഞാൻ പേര് പറഞ്ഞ് വിട്ടുപോയ ആരോ ഉണ്ടോയെന്ന് അറിയില്ല, ഒരു ടീം വർക്കായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു സമയത്തുള്ള സംഗതികളൊക്കെ.
ഒറ്റ റീഡിങ് തന്നെ തെറ്റില്ലാതെ പെട്ടെന്ന് വായിച്ചു പോകുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. കൂടാതെ എന്നെപ്പോലെ എന്താ പറയുക, എഡിറ്റർമാർക്ക് വല്ലാതെ പണി ഉണ്ടാക്കി വെക്കുന്ന ആളുകളുണ്ടായിരുന്നു എന്നുള്ള തമാശകളും ഈ സമയത്ത് ഓർക്കുകയാണ്. താങ്ക് യു. മതി, അത് കുറേ ഉണ്ടല്ലോ. അത്തോളി ആദ്യം എടുക്കട്ടെ. അത്താണി എടുക്കാം. അത്താണി സദ്ദാം റോഡിലിട്ടും നടപടികൾ അധികൃതരോട് നായിപ്പോയി. ഒന്നുകൂടെ എടുക്കട്ടെ. ഒന്നുകൂടി. സബ് ഇൻസ്പെക്ടർമാരുമായിരിക്കും നേരത്തെ വിചാരിച്ച കഥ. അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ യാത്രയിൽ കാലിട ഡ്രൈവർ അത് പറയാം. ആദ്യത്തെ രണ്ടാമത്തെ പറയാം, എന്നിട്ട് അതൊന്നുകൂടിയും പറയാം. ന്യൂസ് ഡെസ്ക് അറിയിച്ചു. ഒന്നുകൂടി